നിസ്കരിക്കടാ ചെറുപ്പക്കാരാ. ദുൽഖറിന്റെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരാ, നിനക്ക് ഞാനൊരു നായകനെ പറഞ്ഞു തരാമടാ. കണ്ടുപഠിക്കാൻ ഞാനൊരു നായകനെ പറഞ്ഞു തരാ. പടച്ചവരെ, നിന്നെ പോലെ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനാ മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. എന്തൊരു സൗന്ദര്യമുള്ളവനെന്നറിയോ, എന്തൊരു സൗന്ദര്യമുള്ള ചെറുപ്പക്കാരനാണ്. യുവത്വത്തിലൂടെ നടക്കുന്ന ചെറുപ്പക്കാരനാ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നു. ഹൃദയം മുഴുവനും അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹമാ. അല്ലാഹുവേ, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായതിന്റെ പേരിൽ ശത്രുക്കൾ പിടിച്ചുകൊണ്ട് വരികയാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ അവര് പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുന്നു, ഹുബൈബേ, നീ ഞങ്ങളുടെ കൂടെ കളിച്ചു ചിരിച്ച് നടന്നവനാ, നീ ഇപ്പൊ മുഹമ്മദിന്റെ കൂടെ കൂടിയിരിക്കുകയാ. നിന്നെ തൂക്കിക്കൊല്ലാൻ പോകുകയാണ്, നിന്നെ കൊല്ലാൻ പോകുകയാണ്. ഈ മതം മാറിയിട്ട് നീ ഞങ്ങളുടെ കൂടെ പഴയതുപോലെ വരുവോ? പെണ്ണ് കെട്ടിയിട്ടില്ലടാ ഹുബൈബേ, ചെറിയ പ്രായമാടാ ഹുബൈബേ, ചെറുപ്പത്തിലോ ചാകണോടാ ഹുബൈബേ, മതം മാറിയിട്ട് ഞങ്ങളുടെ കൂടെ വാ. അവിടുന്ന് തയ്യാറായില്ല, അവിടുന്ന് തയ്യാറായില്ല. അവര് പറഞ്ഞു, നീ ഞങ്ങളുടെ കൂട്ടുകാരനാണ്, നീ മതം മാറണ്ട, നീ മതം മാറണ്ട. മുഹമ്മദിനെ ഒരു ചീത്ത പറഞ്ഞാ നിന്നെ ജീവനോടെ വിട്ടേക്കാ. മുഹമ്മദിനെ എന്തെങ്കിലും മോശമായ ഒരു വാക്കു പറയടാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തയ്യാറായില്ല. അവസാനം അവിടുന്ന് തൂക്കാൻ വിധിച്ചു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചു. അവസാനമായി കൂട്ടുകാര് ചോദിച്ചു, ഹുബൈബേ, നിന്റെ അവസാനത്തെ മോഹമെന്താ? നിന്റെ അവസാനത്തെ അഭിലാഷമെന്താ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞതെന്തെന്നറിയോ? എനിക്കൊന്ന് 2 റക്അത്ത് നിസ്കരിക്കാൻ സമയം തരുമോ? മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അവസാനമായിട്ട് റബ്ബിന്റെ മുന്നിലൊന്ന് സുജൂദ് ചെയ്യാൻ ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ സമയം തരുമോ? ശത്രുക്കൾ അനുവാദം കൊടുത്തു. ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു ഓടി ചെന്ന് ഒളിവെടുത്തു. എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുകയാ. പെട്ടെന്ന് നമസ്കാരം നിർത്തി, പെട്ടെന്ന് ധൃതിയിൽ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് സുജൂദിൽ വീഴുകയാ. സുജൂദിൽ കിടന്നിട്ട് പിന്നെ കാരണം എന്തെന്നറിയുമോ? എന്റെ നിസ്കാരം നീണ്ടുപോയാൽ വലിയ സൂറത്തോതിയിട്ട് ഞാൻ നിസ്കരിച്ച ഇവന്മാര് വിചാരിക്കും എനിക്കും മരിക്കാൻ പേടിയാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അവര് വിചാരിക്കുമല്ല. ഞാൻ എന്തിനാ റബ്ബേ പേടിക്കുന്നത്? ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു സുജൂദിൽ കിടന്നു പടച്ചവനോട് രഹസ്യം പറയുകയാ. അത് കഴിഞ്ഞ് ചാടിക്കേറി തനിക്കൊരുക്കി വെച്ചിരിക്കുന്ന തൂക്കുകയറിന്റെ മുകളിലേക്ക് കയറി നിന്നു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു സ്വന്തം കഴുത്തിലേക്ക് കയറെടുത്തിട്ടടാ ചെറുപ്പക്കാരാ, മോനെ തന്റെ കഴുത്തിലേക്ക് കയറെടുത്തിട്ടു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈ കെട്ടി, 2 കാലും കെട്ടി, കഴുത്തിൽ കയറിട്ടു. എന്നിട്ട് അവര് ചോദിച്ചു, ഹുബൈബേ, ഇനിയെങ്കിലും പറയടാ, ഇനിയെങ്കിലും നീ പറ, അതാ പുതിയ മതത്തിൽ നിന്ന് തിരിച്ചു വരുവോ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്നെ കൊന്നാലും ഞാൻ തിരിച്ചു വരൂല. അല്ലാഹുവേ, ശത്രുക്കള് ദേഷ്യമായി, ശത്രുക്കൾക്ക് ദേഷ്യമായി. അവര് കുന്തം കൊണ്ടുവന്നിട്ട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കുകയാ. പച്ചയിറച്ചി ഇങ്ങനെ കോരിയെടുക്കുകയാണ്. ഹുബൈബ്
തങ്ങളുടെ ശരീരത്തിലേക്ക് പടച്ചവരെ കുന്തം കൊണ്ട് കുത്തിയിട്ട് പച്ചയിറച്ചി ഇങ്ങനെ വലിച്ചെടുക്കുകയാ. അവര് ചിരിക്കുകയാ. ഉബൈബ് തങ്ങളുടെ ഈ അവസരം കണ്ടിട്ട് ഉബൈബ് തങ്ങൾക്ക് വേദന സഹിക്കാൻ കഴിയാതെ കണ്ണ് നിറയുകയാണ്. ഇത് കണ്ടിട്ട് താഴെ നിന്ന് ചിരിക്കുകയാ. അങ്ങനത്തെ ഒരു സമുദായം ഉണ്ടായിരുന്നു. ഇപ്പോഴുമുണ്ടല്ലോ പടച്ചവരെ. പച്ചയായി മനുഷ്യനെ പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ കൊല്ലുന്ന കാലമുണ്ടല്ലോ. ഒരു മനുഷ്യനെ പടച്ചവനെ തല്ലിച്ചതയ്ക്കുകയാ, വെട്ടിഞ്ഞുറുക്കുകയാ. ഇത് കണ്ടിട്ട് ആസ്വദിക്കുന്ന, അത് കണ്ടിട്ട് സുഖിക്കുന്ന അവരുടെ തലമുറക്കാർ ഇന്നും ഈ ഭൂമിയിലുണ്ടല്ലോ. റളിയല്ലാഹു തആല വേദന സഹിക്കാൻ കഴിയാതെ കരയുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ കടന്നു വരികയാ. അല്ലാഹുവിന്റെ മലക്കുകൾ ഉണ്ടല്ലോ. മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാ. അവിടുന്ന് ചോദിക്കുന്നു, ഹുബൈബേ എന്തിനാ കരയുന്നത്? എന്തിനാ പേടിക്കുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? കരയുകയാണോടാ ഹുബൈബേ? വിളിച്ചു പറയടാ, വിളിച്ചു പറയടാ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷമുണ്ടെന്ന് ചോദിച്ചപ്പോൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞു കഴുകുമരത്തിൽ കടന്ന് മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുന്നു, വിളിച്ചു പറയടാ ഹുബൈബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാ. റളിയല്ലാഹു തആല ആ തൂക്കയറിൽ കിടന്ന് തൂങ്ങുമ്പോ അവിടെന്ന് വിളിച്ചു പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറയടാ ഹുബൈബേ, ഉറക്കെ പറയടാ ഹുബൈബേ. ഹുബൈബ് റളിയല്ലാഹു തആല അവിടെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോ അതുവരെ കളിച്ചുകൊണ്ടിരുന്നവര്, അതുവരെ ചിരിച്ചുകൊണ്ടിരുന്നവര്, അതുവരെ കളിയാക്കിക്കൊണ്ടിരുന്നവര് അവരുടെ ഹൃദയങ്ങൾ പിടയ്ക്കുകയാ, കണ്ണു തെള്ളുകയാ. ഉബൈബ് ശഹാദത്ത് കലിമ ഉറക്കെ വിളിച്ചു പറയുന്നത് കേട്ടിട്ട് ഭയന്നു പോയടാ ചെറുപ്പക്കാരാ, ഭയന്നു പോയടാ ചെറുപ്പക്കാരാ. അല്ലാഹുവേ, അസ്റായീൽ പറഞ്ഞു, ചിരിക്കടാ ഹുബൈബേ, ചിരിക്കടാ. നിന്നെ കളിയാക്കിയവരുടെ മുഖത്ത് നോക്കി ചിരിക്കടാ. ഉബൈബ് റളിയല്ലാഹു തആല ചിരിച്ചുകൊണ്ട് ശഹാദത്ത് കലിമ വിളിച്ചു പറയുകയാ. ശത്രുക്കൾ ഓടി വന്നു. ഉബൈബ് റളിയല്ലാഹു തആല ന്റെ തലയുണ്ടല്ലോ കിബിലയുടെ എതിരെ തിരിക്കുകയാണ്. തല പിടിച്ചിട്ട് തിരിക്കാൻ നോക്കി. എത്ര പേര് വിചാരിച്ചിട്ടും അല്ലാഹുവിന്റെ കഅബയുടെ നേരെ വെച്ച തല തിരിഞ്ഞില്ല. ഉബൈബ് തങ്ങളുടെ തല തിരിഞ്ഞില്ല. ഉബൈബ് തങ്ങളെ വധിക്കുന്ന സമയത്ത് ശത്രുപക്ഷത്ത് നിന്ന് സഹാബി പറയുകയാ, ഞാൻ മുസ്ലിം ആകാനുള്ള കാരണമെന്തെന്നറിയോ? ഞാൻ മുസ്ലിം ആകാനുള്ള കാരണമെന്തെന്നറിയോ? ഉബൈബ് റളിയല്ലാഹു തആല ആ കഴുകുമരത്തിൽ ഇങ്ങനെ ഷഹീദായി കിടക്കുമ്പോ മുഖത്ത് കണ്ട ഒരു ചിരിയുണ്ടല്ലോ. ഉബൈബ് റളിയല്ലാഹു തആല മുഖത്ത് കണ്ട ചിരിയുണ്ടല്ലോ, ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ആ ചിരി കണ്ടിട്ടാ ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞു. അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ ഭാഗത്തേക്ക് തന്റെ തല വെച്ചിട്ട് കഴുകുമരത്തിൽ ചിരിക്കുന്ന മുഖത്തോടെ ഹുബൈബ് തങ്ങൾ കിടക്കുകയാ. ശത്രുക്കൾക്ക് പോലും കൊതി തോന്നുകയാ. പടച്ചവനെ, നിങ്ങളെ ചരിത്രം എടുത്തു നോക്കൂ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ അഴിക്കാൻ അനുവദിച്ചില്ല. ആള് പോലും അടുക്കുകയാ. അവിടുന്ന് മണിക്കൂറുകൾ കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന് വലിയ സങ്കടമായി, മുത്തുനബിക്ക് വല്ലാത്ത സങ്കടമായി. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സ്വഹാബാ, ആരാ എന്റെ ഹുബൈബിനെ കബറടക്കുന്നത്? ആ
ആരാ എന്റെ ഹുബൈബിനെ കബറടക്കുന്നത്? ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, ഞാൻ പോകാ നബിയേ, ഹുബൈബിനെ കബറടക്കാൻ ഞാൻ പോകാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് അനുവാദം കൊടുത്തു. ആ സ്വഹാബി വര്യൻ ഇങ്ങനെ കടന്നു വരികയാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കബറടക്കുന്നതിന് വേണ്ടി കടന്നു വരുമ്പോ കാവൽ നിൽക്കുന്ന ശത്രുക്കൾ മുഴുവനും കള്ളു കുടിച്ചുകൊണ്ട് നിൽക്കുകയാ. അതാ ശത്രുക്കൾ മുഴുവനും അവിടുന്ന് കള്ളു കുടിച്ചുകൊണ്ട് നിൽക്കുകയാ. ആ സമയത്തൊരു സുന്ദരിയായ പെണ്ണോടി വരികയാ. ഒരു സുന്ദരിയായ പെണ്ണോടി വരികയാ. ശത്രുക്കളോട് ചോദിക്കുന്നു, ഹുബൈബിന്റെ തലയെവിടെ? ഹുബൈബിന്റെ തലയെവിടെ? ശത്രുക്കൾ ചോദിക്കുന്നു, പെണ്ണ് ഈ ചത്തവന്റെ തല നിനക്കെന്തിനാ? ഈ ചത്ത് കിടക്കുന്ന ഹുബൈബിന്റെ തല നിനക്കെന്തിനാ? ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ആരാണ് എനിക്ക് മുറിച്ചു തരുന്നത്? ആരാണ് എനിക്ക് മുറിച്ചു തരുന്നത്? ആരാണോ എന്റെ കയ്യിലേക്ക് ഹുബൈബിന്റെ തല കൊണ്ടു തരുന്നത്, അവന് ഞാൻ എന്റെ ശരീരം തരാ. മാറിടമിങ്ങനെ തുറന്നു കാണിക്കുകയാ. അല്ലാഹുവേ, കുടിച്ചുകൊണ്ടിരുന്ന കപ്പങ്ങ് കളയുകയാണ്. കള്ളിന്റെ പാത്രം വലിച്ചെറിഞ്ഞിട്ട് ആ പെണ്ണിന്റെ കൂടെ കിടന്ന് സുഖിക്കാനുള്ള ആഗ്രഹം കാരണം ഉറയിൽ കിടന്ന വാള് വലിച്ചൂരിയിട്ടവരോടുകയാ. ഹുബൈബ് അദി റളിയല്ലാഹു തആല അൻഹുവിന്റെ തല മുറിച്ചു കൊണ്ടുവരാൻ പഠിക്കടാ ചെറുപ്പക്കാരാ. ഈ സ്വഹാബി അവിടുന്ന് ഈന്തപ്പന മരത്തിന്റെ മുകളിലേക്ക് കയറുകയാ. എന്താണ് നടക്കുന്നതെന്ന് കാണാ. സുബ്ഹാനല്ലാഹ്, തലവെട്ടാ പോയവന്മാര് മുഴുവനും ജീവനും കൊണ്ടോടുകയാണ്. എന്തേ സംഭവിച്ചതെന്നറിയില്ല, എന്തേ സംഭവിച്ചതെന്നറിയില്ല. അവിടുന്ന് ജീവനും കൊണ്ടോടുകയാണ്. ഒരുപാട് സമയം കഴിഞ്ഞു. ഈന്തപ്പന മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ തൂങ്ങിക്കിടന്ന സ്ഥലത്ത് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ജനാസ കാണുന്നില്ല, മയ്യത്ത് കാണുന്നില്ല. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഓടുകയാണ്. നബിയേ, ജനാസ കാണുന്നില്ല നബിയേ. നടന്നത് മുഴുവനും അവിടുന്ന് വിശദീകരിക്കുകയാണ്. സഹാബി ചോദിക്കുന്നു, നബിയേ ആരാടാ, ആരാടാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോ നിസ്കരിച്ച എന്റെ ഈ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഞാൻ പറയുകയാ, വാപ്പാ വെറുതെയല്ല. ചെറുപ്പക്കാർ റോഡിന്റെ സൈഡിൽ ഇരിക്കുമ്പോ രോഗിയായിട്ട് പോലും നീ പള്ളിയിൽ പോയി നിസ്കരിച്ചത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പെൺമക്കളും മരുമക്കളും സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോ അതേ വീടിന്റെ അകത്ത് മഗ്രിബ് നമസ്കരിച്ച ഇശാ നമസ്കരിച്ച ഉമ്മ വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്കല്ല തരുന്ന പ്രതിഫലം കേൾക്കണോ? നീ മരിക്കാൻ കിടക്കുമ്പോ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് വരികയാ. നിനക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു തരാ. നിന്റെ മക്കള് വേണ്ട ഉമ്മ, നിന്റെ ഭർത്താവ് വേണ്ട ഉമ്മ, നിന്റെ കൂടപ്പറപ്പ് വേണ്ട ഉമ്മ, നിന്റെ കുടുംബക്കാര് വേണ്ട ഉമ്മ. പിന്നെ ആര് പറഞ്ഞു തരുമെന്നറിയുവോ? റൂഹ് പിടിക്കാൻ വരുന്ന മലക്ക് പറഞ്ഞു തരും. പറ ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ മലക്ക് പറഞ്ഞു തരും, നിനക്ക് ഷഹാദത്ത് കലിമ. വാപ്പാ ഭയപ്പെടണ്ട, നിനക്ക് ഈമാനുള്ള മരണമാ. അസ്റായിൽ പറഞ്ഞു തരും, വാപ്പാ പറ ഉപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറഞ്ഞാ നീ സ്വർഗത്തിലാ, ഇത് പറഞ്ഞാ നീ സ്വർഗത്തിലാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ ഒരു ദിവസം ഇവിടുന്ന് വിളിച്ചു പറയുമല്ലോ,
നിന്റെ പള്ളിയുടെ മിനാരത്തില് ഓരോ പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയുമല്ലോ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചു പോയെന്ന് വിളിച്ചു പറയുമല്ലോ. അന്ന് വല്ലാത്ത തിരക്കാണല്ലോ. നിന്നെ കാണാൻ ഈ ഓയൂര് നിവാസികൾ മുഴുവനും കടന്നു വരുമല്ലോ. അല്ലാഹുവേ, നിന്റെ കുടുംബക്കാര് വീടിന്റെ പരിസരത്ത് കൊണ്ടുപോയി നിന്നെ മലർത്തിക്കിടത്തിയിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കുളിപ്പിക്കുമല്ലോ. അത് കഴിഞ്ഞ് റബ്ബേ, നീ ജീവിതത്തിൽ ഒരിക്കലും ധരിക്കാത്ത വെള്ള തുണിയുടെ മുകളില് 3 കഷ്ണം തുണിയങ്ങ് വിരിക്കുകയാ. അതിന്റെ മുകളിലേക്ക് നിന്നെ മലർത്തിക്കിടത്തുമല്ലോ. അതാ സുഗന്ധം തേച്ച പഞ്ഞി എടുക്കുകയാ. മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ. കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ. പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. നിന്റെ ജനാസ വെച്ച് കഴിഞ്ഞു, മൂക്കില് പഞ്ഞി വെച്ച് കഴിഞ്ഞു. കഫം പൊതിയാ സമയമാകുമ്പോ നിന്റെ കുടുംബക്കാരെ വിളിച്ചു പറയുകയാ, കാണണ്ടവരൊക്കെ കണ്ടോ, പൊതിയാൻ പോകുകയാണ്, പൊതിയാൻ പോകുകയാണ്. അവസാനമായി നിന്നെയൊന്ന് കാണുന്നതിന് വേണ്ടി നിന്റെ വീടിനകത്ത് വല്ലാതെ തിരക്ക് കൂട്ടുമ്പോ നിന്റെ കുടുംബക്കാര് പറയുകയാ, കണ്ടത് മതി പൊതിഞ്ഞോ, കണ്ടത് മതി പൊതിഞ്ഞോ. നിന്റെ വീട്ടുകാര് പറയുകയാണ്, അവസാനം ഓയൂര് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കട്ടിലേക്ക് നിന്നെ എടുത്ത് മലർത്തിക്കിടത്തിയിട്ട് ജനാസ എടുക്കുമല്ലോ. പ്രതിഫലം കേൾക്കണോടാ. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ച സമയത്ത് പള്ളിയിൽ പോയി 5 നേരം നിസ്കരിച്ച യുവത്തവേ, നിന്റെ ജനാസ പള്ളിയിൽ 70,000 മലക്കുകൾ വരുമടാ. ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത 70,000 മലക്കുകള് ഓയൂര് പള്ളി നിറയ്ക്കുകയാ. എന്തിനു വേണ്ടിയെന്നറിയുവോ? നിന്റെ ജനാസ നിസ്കരിക്കാനാ, നിന്റെ മയ്യത്ത് കബറടക്കാനാ. അല്ലാഹുവിന്റെ റസൂല് അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ഉബൈദ് ഇബ്നു അദിയിനെ കബറടക്കിയത് മലക്കുകളാണ് സഹാബാ. അല്ലാഹുവിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഓയൂര് പള്ളി മുഴുവനും അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് നിറയും നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ. നിന്റെ മയ്യത്താകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് ചെയ്യണം? 5 നേരം നിസ്കരിച്ചാ മതി. 5 നേരം നിസ്കരിച്ചാ മതി. ഞാൻ പറഞ്ഞതല്ല, അല്ലാഹ് പറഞ്ഞതാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, മുസ്ലിമായിട്ട് വേണം മരിക്കാൻ. മുസ്ലിമായി മരിക്കാനുള്ള വഴി നിസ്കരിക്കുക. ഇനി അതിനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു എളുപ്പ വഴി കൂടെ ഞാൻ പറയാം. ഒരു എളുപ്പ വഴി കൂടെ പറയാം. എപ്പോഴും അള്ളാഹിനോട് ദുആ ചെയ്യും, അല്ലാഹുവേ സ്വർഗം തരണേ അല്ല, പൈസ തരണേ അല്ല, പെണ്ണുമ്പിള്ളയെ തരണേ അല്ല. എല്ലാം ചോദിക്കുക. എല്ലാവരും അള്ളാഹുവിനോട് ചോദിക്കും, പടച്ചവനെ അതുതാ ഇതാ ചോദിച്ചോ. എന്ത് വേണമെങ്കിലും അള്ളാഹയോട് ചോദിക്കാം. അള്ളാഹുടെ എന്ത് വേണം ചോദിക്കാമല്ലോ. പടച്ച റബ്ബിനോട് എന്ത് വേണമെങ്കിലും ചോദിക്കാമല്ലോ. എന്ത് ചോദിക്കുന്നതിന്റെ ഇടയിൽ നീ ഒന്ന് ചോദിക്കണം, അള്ളാഹുവേ ഈമാനുള്ള ഒരു മരണം തരണേ അല്ല. അതാരും ചോദിക്കാറില്ല. അള്ളാഹിനോട് പടച്ചവനെ പണന്താ ജോലിതാ അല്ലേ. പടച്ചവൻ എന്താ ദുആ? അള്ളാഹുവേ പൈസ എത്ര കിട്ടി, ഇനിയും വേണം പടച്ചവനെ, നല്ല മക്കളെ വേണം പടച്ചവനെ, സമ്പത്ത് വേണം പടച്ചവനെ, കച്ചവടം വേണം പടച്ചവനെ, പെണ്ണുമ്പിള്ളയെ വേണം പടച്ചവനെ. എല്ലാം അള്ളാഹിനോട് ചോദിക്കും. നീ ചോദിക്കാറുണ്ട്, അല്ല ഈമാനുള്ള ഒരു മരണം എന്താന്ന്, ഈമാനുള്ള ഒരു മരണം എന്താ എന്ന് അള്ളാഹിനോട് ചോദിക്കാറുണ്ടോ? ഇല്ല. നീ എപ്പോഴും ദുആ ചെയ്താലും ഈ ദുആ പഠിച്ചു വെച്ചോ. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പാതിരാത്രി സുജൂദിൽ കിടന്നിട്ട് അള്ളാഹിനോട് ചോദിച്ചതാണ്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അർത്ഥം അറിയില്ലെങ്കിൽ, അള്ളാഹുവേ എനിക്ക് ഈമാനുള്ള ഒരു മരണം, എൻ്റെ അവസാനം നന്നാക്കി തരണേ എന്ന് നീ ദുആ ചെയ്, നിനക്ക് നല്ല മരണം കിട്ടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ഈ നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഒരെണ്ണം കൂടെ ഞാൻ പറയും, ഇല്ലെങ്കിൽ ദുആ ചെയ്യും. നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ത് വേണോ. പറയണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്കിക്ക്. ഇൻഷാ അല്ലാഹ് പൈസ ചോദിക്കുമ്പോഴും ഇതുപോലെ പൊക്കണം. വെറുതെ പറ്റൂല. ഒരു പാല വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് എടുക്കടോ. ബക്കറ്റ് പിരിവുണ്ടോ? ആ പൊക്കിയ കൈ പോക്കറ്റിട്ടെ. ആരും പോക്കറ്റിൽ നോക്കരുത്. പോക്കറ്റിൽ പൈസ ഉണ്ട്, നോക്കരുത്. നോക്കിയാൽ 2000, 500, 200, 90 നിനക്കും 10 അല്ലാഹിക്കും. ആ പണി വേണ്ട, ഈ പണി വേണ്ട. ഇടുന്നത് അല്ലാഹിക്ക് തന്നെ. ബക്കറ്റ് പിരിവില്ലേടാ? ബക്കറ്റ് പിരിവില്ലേ? ഉണ്ട്, എടുത്തോണ്ട് പോ. ബിസ്മില്ലാ. എന്താ ഇങ്ങോട്ട് നോക്ക്. ആരെങ്കിലും എല്ലാരും പറയും രോഗത്തിനും മരുന്നില്ലെന്ന്. ആരാ പറഞ്ഞേ? എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. സദക്ക കൊണ്ട് ചികിത്സിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അസ്സദഖത്തു റദ്ദുൽ ബലായ. ഏത് വിപത്തിനെയും തട്ടിമാറ്റാൻ സദക്കയ്ക്ക് പവർ ഉണ്ടെന്ന. അപ്പൊ സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. എടാ ചങ്ങായി, യുവന്തോ എന്നാ ഓട്ടോ ഓടുന്നറാ നീ? എടാ നിനക്ക് വീട് വെക്കാനൊന്നും അല്ലടാ, നീ എന്തിനടാ ഓടണേ? നീ സമാധാനത്തി. അവന്റെ പേരെന്തോ? ആഷിക്കെ. പെണ്ണ് കെട്ടിയ? ഇല്ല. അള്ളാഹു നിനക്ക് സാലിഹത്തായ ഒരു പെണ്ണിനെ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ സമാധാനത്തോടെ നീ ബക്കറ്റ് പിരിവ് നടത്ത്. ഓൻ ഒരുത്തനപ്പുറത്ത് പോയി, ഓനും സമാധാനം. എല്ലാവരുടെ അടുക്കൽ നിന്ന് സമാധാനത്തിൽ വാങ്ങും. പൈസ ഇടട്ടെ ഇൻഷാ അല്ലാഹ്. അള്ളാഹു നല്ല ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്ന ഉടനെ പറഞ്ഞു, ഉസ്താദെ എനിക്ക് സാലിഹത്തായ ഒരു പെണ്ണിനെ കെട്ടിയത് വായിച്ചതിന് എൻ്റെ പേര് പറയേണ്ട, ഞാൻ പറയണില്ല ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന് നല്ല ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. കവറേ മഴ പോയോ? നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഇന്ന് മഴ പെയ്യത്തുള്ളൂ, പേടിക്കട്ടെ. അപ്പോൾ നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ പറയുകയാണ്, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുവോ? എന്തായാലും ഒരു ദിവസം നമ്മളെ മരണഹു പറഞ്ഞു, കുല്ലു നഫ്സിൻ ഒന്ന് മരിക്കുമ്പോ നീ ശഹാദത്ത് കലിമ പറഞ്ഞിട്ട് വേണം മരിക്കാൻ. രണ്ടാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുവോ? തൗബ ചെയ്തിട്ടേ മരിക്കാവൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തൗബ ചെയ്തിട്ടേ മരിക്കാവൂ. മരിക്കുന്നതിന് മുമ്പ് നീ തൗബ ചെയ്യണേ. മരിക്കുന്നതിന് മുമ്പ് നീ തൗബ ചെയ്യണേ. എപ്പോഴാണ് സിറാജ് എപ്പോഴാണ് മരിക്കുന്നതെന്ന് പറയാ അല്ലാഹുവിനല്ലാതെ ആർക്കും കഴിയില്ലല്ലോ. അതുകൊണ്ട് പ്രവാചകൻ പറയുന്നു, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്ന് നിനക്കറിയില്ല. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞ് തൗബ ചെയ്തിട്ടേ നീ മരിക്കാവൂ, അല്ലാതെ നടക്കല്ലേ. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു, അതാ അനസ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുല്ലു ബനീ ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഈന അത്തവ്വാബൂ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആദമിന്റെ സന്തതികൾ മുഴുവനും പാപം ചെയ്യുന്നവരാ. എല്ലാവരും പാപം ചെയ്യും. ഞാനും നിങ്ങളും ജീവിതത്തിൽ പാപം ചെയ്യുന്നവരാണ്. പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല. അല്ലാഹു നമ്മളെ പടച്ചിരിക്കുന്നു. ചെയ്ത പാപം അല്ലാഹുവിനോട് ഏറ്റു പറയുന്നവനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പാപം ചെയ്യാത്ത ആരുമില്ല, എല്ലാവരും ചെയ്യും. ഈ പറയണ ഞാനും ചെയ്യും, നിങ്ങൾ എല്ലാവരും ചെയ്യും. നമ്മുടെ സ്വഭാവം അങ്ങനെ. നമ്മളെല്ലാവരും പാപം ചെയ്യുന്നവരാ. പാപം ചെയ്യാത്ത ആരുമില്ല. പക്ഷെ ഏറ്റവും നല്ലവനാരാ?
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ബാല്യ കേട്ടോ, ജീവിതം കൊടുക്കുമാറാകട്ടെ. എന്റെ ചങ്ങായിമാരെ, പാവം ചെയ്യാത്ത ആരുമില്ല, എല്ലാവരും ചെയ്യും. ഞാനും ചെയ്യും, നിങ്ങളും ചെയ്യും. പക്ഷെ ഈ പാവങ്ങൾ മുഴുവനും ചുമന്നോണ്ട് നടക്കുന്നവനല്ല ഏറ്റവും നല്ലവൻ ആരാ? ചെയ്താ പശ്ചാത്തപിക്കണം, അള്ളാഹിനോട് തൗബ ചെയ്യണം. ഒരു മനുഷ്യൻ വന്നിട്ട്, സഹാബി വന്നിട്ട് ചോദിച്ചു, നബിയെ, ഞാനൊരു അള്ളാഹുവിനോട് ഒരു തെറ്റ്, പിന്നെയും തൗബ ചെയ്യണം, പിന്നെയും പോയി കുടിച്ചു, പിന്നെയും തൗബ ചെയ്യണം. അപ്പൊ ഏതുവരെ എന്നറിയോ? അവസാനം ശൈത്താന് മനസ്സിലാകണം ഇനി ഇവന്റെ കൂടെ നടന്നിട്ട് കാര്യമില്ല. ശൈത്താന് തന്നെ മനസ്സിലാകണം ഇനി ഇവന്റെ കൂടെ നടന്നിട്ട് യാതൊരു കാര്യമില്ല. ഇവൻ ചെയ്താ തൗബ ചെയ്യും, അപ്പൊ എനക്കാലും നല്ല ഇവനെ വിട്ടേക്കണല്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗബ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നതിന് മുമ്പ് തൗബ ചെയ്തേക്കുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എത്ര വലിയ പാപം ചെയ്താലും, കള്ളു കുടിച്ചോ കുഴപ്പമില്ല, വ്യഭിചരിച്ചോ കുഴപ്പമില്ല, പലിശ തിന്നൊപ്പം എന്തൊക്കെ നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ പേടിക്കണ്ട, അള്ളാഹിനോട് പറ, പരിഹാരമുണ്ട്. ഏത് പാപം ചെയ്താലും അല്ല പുറത്ത്. 100 കൊല ചെയ്ത ഒരു ചങ്ങാതി 99 പേരെ കൊന്നു. എന്നിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോ മനസ്സിലൊരു വിഷമം. അല്ല, ഇപ്പൊ വേറൊരാള് വരുന്നു, ഒരു ഉസ്താദ് വരുന്നു. ഉസ്താദെ, 99 കഴിഞ്ഞ് 100 തികച്ചിട്ട് വരും. പഠിച്ച ഉസ്താദും തമ്മിലുള്ള വ്യത്യാസം. ചിലര് പുസ്തകത്തിൽ നിന്ന് പഠിക്കും, ചിലര് പോയി ഇൽമും പഠിക്കും. അള്ളാഹു നമുക്ക് ആലിമീങ്ങളെ ബഹുമാനിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നമുക്ക് എങ്ങനെ അവസ്ഥ? പള്ളിയിലെ ഉസ്താദ് ഫാത്തിഹ ഓതുന്നതിൽ എവിടാണ് അയിനില്ല, എവിടാണ് തെറ്റ് തിരുത്താൻ നമ്മൾ നടക്കും. 12 വർഷം പള്ളിയിൽ പോയിരുന്ന് പഠിച്ച പാവപ്പെട്ട, 8 വർഷം 7 വർഷം പോയിരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ച ഉസ്താദിന്റെ തെറ്റ് തിരുത്തുന്ന കാലവാ, അത് വേറെ പോട്ടെ. അപ്പൊ 100 പേരെ കൊന്നവന് അള്ള പുറത്തു കൊടുത്തു. പിന്നെന്താ ആമിന, നിനക്ക് പുറത്തരാ? നീ വല്ലപ്പോഴും ഇത്തിരി സീരിയൽ കണ്ടതല്ലേ? എപ്പോഴും ഇടയ്ക്കൊരു മെസ്സേജ് വന്നപ്പോ ഇത്തിരി റീപ്ലൈ ഒക്കെ കൊടുത്തു. ഇത്രയല്ലേ ഉള്ളൂ. നീ ചെയ്തതങ്ങ് നിർത്ത്, മതി, നന്നാവ്, അള്ളാഹിനോട് പശ്ചാത്തപിച്ചു മടങ്ങ്. കാരണം എപ്പോഴെവിടെ വെച്ച ഏതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഏതുവരെ തൗബ ചെയ്യാൻ സമയമുണ്ടെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ യഖ്ബലു തൗബത്തുൽ അബ്ദി മാ ലം യുഗർഗിർ. ഈ തൊണ്ടക്കുഴിയിൽ റൂഹ് വരുന്നത് വരെ നിനക്ക് ചെയ്യാം. ഈ തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് കടന്നു വരുന്ന സമയം വരെ അള്ളാഹ് എന്റെ പാപം പുറത്താന്ന് പറഞ്ഞാൽ അള്ളാഹ് മരിക്കുന്നതിന് മുമ്പ് ഒന്നും കാര്യമില്ല. ആമിന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോൾ ഒരു സഹാബി, ഒരു ചെറുപ്പക്കാരെ ഇരുന്നിട്ട് ഇങ്ങനെ കരഞ്ഞു വിളിച്ചു ദുആ ചെയ്യാ. മുത്തുനബി പറഞ്ഞു എന്തെന്നറിയോ? ആ ചങ്ങാതി എടുത്ത് പോയി പറയാ, അള്ളാഹിക്ക് ചെവി വെക്കോ, ഇങ്ങനെ വിളിക്കണ്ട. ഒരുപാട് നിലവിളി രീതിയിൽ തൗബ ചെയ്യണം. ഇഖ്ലാസ് വേണം. ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്. തൗബ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയോ? എല്ലാ ജനങ്ങളും കടന്നു വന്നു, നബിയേ മഴയില്ല, നബിയേ വല്ലാത്ത ശാപമാണ്, വല്ലാത്ത ക്ഷാമമാണ്, മഴയില്ല നബിയേ, കുടിക്കാൻ വെള്ളമില്ല, മൃഗങ്ങൾക്ക് പോലും വെള്ളം കിട്ടുന്നില്ല. അവിടെ നിന്ന് ദുആ ചെയ്താലും മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ചരിത്രം പറയുന്നു 70,000 പേര്. ഇന്ന് വരെ 70,000 പേരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? അല്ലാഹുവേ, മൂസാ നബി അവിടെ നിന്ന് ദുആ ചെയ്യാൻ ഒരുമിച്ച് കൂട്ടിയത് 70,000 പേരാ. അങ്ങനെ 70,000 പേര്, ആണുങ്ങളും പെണ്ണുങ്ങളും പ്രായമുള്ളവരും ഗർഭിണികളും എല്ലാവരും ഒരുമിച്ച് കൂടി മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹ് ഞങ്ങൾക്ക് മഴ തരണേ അല്ലാഹ്. മൂസാ നബി ദുആ ചെയ്യുകയാണ്. പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് മൂസാ നബി ദുആ ചെയ്തപ്പോ അല്ലാഹുവേ, ജിബ്രീൽ പറയുന്നു, നബിയേ മഴ തരില്ല, നബിയേ മഴ അല്ലാഹു തരൂല. ഒരുത്തനുണ്ട്, അവൻ ഈ സദസ്സിലിരിപ്പുണ്ട്, അവൻ എഴുന്നേറ്റ് പോകാതെ മഴ തരില്ല നബിയേ. 40 വർഷമായി പടച്ച റബ്ബിനെ മറന്നു പോകുന്ന ഒരാൾ ഈ സദസ്സിലുണ്ട്. അല്ലാഹ് മൂസാ നബി അവിടെ നിന്ന് പറഞ്ഞു, ജനങ്ങളെ എഴുന്നേറ്റ് പോകണം, അല്ലാതെ മഴ പെയ്യൂല, അല്ലാതെ മഴ പെയ്യൂല. മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറയുകയാ, അല്ലാഹുവേ, ജനങ്ങൾ പരസ്പരം നോക്കുന്നു, ആരാ? അല്ലാഹ്. 40 വർഷമായി പടച്ച റബ്ബിനെ മറന്നു നടക്കുന്നവരാരാ?
എല്ലാവരും നോക്കുകയാണ്. ആ സമയത്ത് അവനും അതിനിടയിൽ ഇരിപ്പുണ്ട്. 40 വർഷമായി പടച്ചറപ്പിനെ മറന്നു നടക്കുന്ന മനുഷ്യനുണ്ടല്ലോ. അവിടെ ഇരുന്നു കൊണ്ട് ചിന്തിച്ചു, അല്ലാ എന്നെ കുഞ്ഞ അറിയുമല്ലോ അല്ലാ, നാണം കെടുക. ആ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ അവിടെ ആ മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് ആരും കേൾക്കാതെ, തന്റെ അടുത്തിരുന്നവരെ പോലും അറിയാതെ ഈ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുന്നു, നാഥാ ഇന്ന് വരെ ചെയ്തത് തെറ്റാ അല്ലാ. 40 വർഷക്കാലം ഞാൻ ചെയ്തത് മുഴുവനും പാപമാണ് റബ്ബേ. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയുന്നു. മുതൽ ഇനി നിന്നെ അനുസരിച്ച് ജീവിക്കാൻ പടച്ചവര്. ആ മനുഷ്യൻ അല്ലാഹുവിനോട് ആരും കേൾക്കാതെ തൗബ സ്വീകരിച്ചാൽ നീ മഴ തരണേ അല്ലാ. ആ മനുഷ്യൻ പടച്ചറപ്പിനോട് അവിടെ ഇരുന്നു കൊണ്ട് തൗബ ചെയ്യുകയാണ്. അല്ലാഹുവേ, ആകാശത്ത് നിന്നും മഴത്തുള്ളികൾ പെയ്യാൻ തുടങ്ങി, മഴത്തുള്ളികൾ പെയ്യാൻ തുടങ്ങി. ജനങ്ങൾ മുഴുവനും സന്തോഷത്തോടെ എഴുന്നേറ്റ് ഓടുകയാ. മൂസാ നബി ചിന്തിക്കുന്നു, അല്ലാ പോയില്ല, പിന്നെ എങ്ങനെയാ മഴ പെയ്തത്? പിന്നെ ഈ ചരിത്രം പറഞ്ഞതും അറിയുവോ? 40 വർഷക്കാലം അല്ലാഹുവിനെ മറന്നു നടന്ന മനുഷ്യന് ഒരേ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തത് പാപമാണല്ലോ, ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ, ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ. ആ പറയായിരുന്നു, ആ ഒരു വാക്കിൽ അല്ലാഹുവിനെ പേടിയുണ്ടായിരുന്നു. നിങ്ങള് തൗബയെന്ന് പറയുന്നത് ഇതിനാ, തൗബയെന്ന് പറയുന്നത് ഇത് പറയുകയും കാണുകയും കേൾക്കുകയും ചെയ്തവരുണ്ട്. എല്ലാവരും പാപം ചെയ്തവരാ. അതുകൊണ്ട് നമുക്ക് തൗബ ചെയ്യാ. ഈ പോകുന്ന വഴിയിലെങ്ങാടം മരിച്ചുപോയാ, നാളെ ഓയൂര് പള്ളിയിലേക്ക് നിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ പള്ളിപ്പറമ്പിലെ കബാളികൾക്ക്, ആഘോഷവാളികൾക്ക് പോലും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് പോയത് മുഴുവനും ഏറ്റുപറയാ. ഒന്ന് തൗബ ചെയ്യങ്ങള്. എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നെന്നറിയില്ല, ഏത് കോലത്തിലാണെന്നറിയില്ല. മരിക്കണമെങ്കിൽ മാരക രോഗം വേണ്ട, ക്യാൻസർ ഉള്ളവര് മാത്രമേ മരിക്കൂ എന്നില്ല, ട്യൂമർ വന്നവരെ മരിക്കുമെന്നില്ല, കിഡ്നി തകർന്നവരെ മരിക്കുമെന്നില്ല, എന്തെങ്കിലും രോഗമുള്ളവർ മാത്രമേ മരിക്കുമെന്നില്ല. മരണത്തിന് രോഗം വേണ്ട. തുഅമ്മിലു ഫിദ്ദുനിയാ തവീലൻ വലാ തദ്രി ഇലാ ജന്ന ലൈലുൻ ഹൽ തഈസു ഇലൽ ഫജ്രി വസബകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദിൻ ആശ ദഹ്റൻ അലാ ദഹ്രി. അസുഖമുള്ളവര് മാത്രമല്ല മരിക്കുന്നത്, മരിക്കാൻ ഒരു രോഗവും വേണ്ട. എനിക്കറിയാം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഡോക്ടർ പറഞ്ഞു ഇനി മരുന്നൊന്നുമില്ല, ഇനി മരുന്നൊന്നുമില്ല, അറിയിക്കാനുള്ളവരെ മുഴുവനും അറിയിച്ചുകൊള്ളാൻ. പാപ്പ രോഗമായി കിടക്കുമ്പോ ഡോക്ടർ പറഞ്ഞു ഇനി ജീവിച്ചിരിക്കൂല, അറിയിക്കാനുള്ളവരൊക്കെ അറിയിച്ചോളാൻ. ആ മനുഷ്യൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ആ ഉപ്പാന്റെ കൂടെ ആശുപത്രിയിൽ നിന്ന മകൻ ഇന്ന് ഖബറിന്റെ അകത്ത്. അള്ളാഹു സ്വർഗപൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു രോഗവുമില്ലാത്തവർ വീണു വീണു മരിച്ചു പോകുന്നു. കൊറോണ വന്ന് എത്രയോ പേര് മരണപ്പെട്ടു പോയി സഹോദരിമാരെ. അതുകൊണ്ട് ഒരു രോഗവും വേണ്ട മരിക്കാൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കുന്നു, കൊല്ലം മെഡിസിറ്റിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ 36 വയസ്സുള്ള ഒരു മനുഷ്യൻ, നമുക്കറിയാം എത്രയോ വല്ലാതെ എത്രയോ പേർ. എൻ്റെ പ്രിയപ്പെട്ടവരെ 36 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, 36 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു ഉസ്താദ് പടച്ചവനെ ഐസിയുവിന്റെ അകത്ത് കിടക്കുകയാ. കൊറോണ ലെൻസിൽ മുഴുവനും ബാധിച്ചു വല്ലാത്തൊരവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് നിറയുന്നുണ്ട്. ഡോക്ടർ വിചാരിച്ചു ചെറുപ്രായത്തിൽ മരിച്ചു പോകുന്നതിന്റെ വേദനയിൽ കരയുകയായിരിക്കും. സങ്കടത്തോടെ ഡോക്ടർ അടുത്തു വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയണേ?
എന്ത് ചെയ്യാനാ, എല്ലാം ദൈവത്തിന്റെ വിധിയല്ലേ എന്ന് പറഞ്ഞ് ആ പ്രിയപ്പെട്ട 36 വയസ്സുള്ള ഉസ്താദിനെ സമാധാനിപ്പിക്കാൻ നോക്കുമ്പോൾ ആ ഉസ്താദ് പറഞ്ഞ മറുപടി മരിക്കാൻ പേടിച്ചിട്ട് കരയുകയല്ല. മറുപടി കേട്ടിട്ട് മുസ്ലിമായ ഡോക്ടറിന്റെ കണ്ണിലൂടെ കണ്ണുനീര് വന്നു. അദ്ദേഹം പറഞ്ഞ മറുപടി, മരിക്കാൻ പേടിച്ചിട്ടല്ല ഞാൻ കരയുന്നത്. പിന്നെ കരയുന്നത് എന്തിനെന്നറിയുവോ? ജീവിതത്തിലൊന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ. അള്ളാഹുവിന്റെ മുന്നിലേക്ക് പോകുമ്പോൾ ഈ 36 വയസ്സിന്റെ ഇടയിൽ എനിക്കൊന്നും ചെയ്തു വെക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടം കൊണ്ടാണ് ഞാൻ കരയുന്നത്. എനിക്കും നിങ്ങൾക്കും പ്രായം കുറേയായി. 10, 30, 50, 60 വയസ്സുള്ള ഉമ്മമാർ, 40 വയസ്സ് കഴിഞ്ഞ ഒരുപാട് ഉപ്പമാർ. എന്തേ നിങ്ങൾക്ക് തോന്നാത്തത്? ഇന്ന് ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണെങ്കിൽ എന്ത് നേടിയുമ്മ നീ എന്ത് നിന്റെ ജീവിതത്തിൽ ചെയ്തു വെച്ചു? അള്ളാഹുവിന്റെ മുന്നിൽ പോകുമ്പോൾ നിന്റെ കയ്യിൽ എന്തുണ്ട്? മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്ന് കരയുമ്പോൾ അവിടെന്ന് ചോദിച്ചു, എന്തിനാ അബൂ ഹുറൈറ നിങ്ങൾ കരയുന്നത്? എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ, അള്ളാഹുവിന്റെ മുന്നിലേക്ക് പോകുകയല്ലേ, എൻ്റെ കയ്യിൽ ഒരു സൽക്കർമ്മമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ എൻ്റെ ഉമ്മയോടും എൻ്റെ ഉപ്പമാരോടും എൻ്റെ സഹോദരങ്ങളോടും ഞാൻ ചോദിക്കുകയാ, അള്ളാഹുവിന്റെ മുന്നിലേക്ക് പോകുമ്പോൾ നിന്റെ കയ്യിൽ എടുത്തു വെക്കാൻ എന്തുണ്ട്? മഹാനായ യഹ്യ ഇബ്നു മുആദ് തങ്ങള് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ. മരണസമയത്ത് ഇങ്ങനെ കിടക്കുമ്പോ തന്റെ ഭാര്യ അടുത്തു വന്ന് നിന്ന് കരയുകയാ. തന്റെ ഭാര്യയും തന്റെ മക്കളും അടുത്തു വന്ന് നിന്ന് കരയുമ്പോ പ്രിയപ്പെട്ട ഭർത്താവ് മഹാനവറുകൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയണേ? നിങ്ങൾ എന്തിനാ കരയണേ? ഈ റൂമിന്റെ മൂലയിൽ ഇരുന്നിട്ടല്ലേ 8000 ഖത്തം ഞാൻ ഓതിയത്. മരിക്കാൻ കിടക്കുന്ന സമയം തന്റെ കുടുംബം കിടന്ന് കരയുന്നത് കണ്ടപ്പോ മഹാനവറുകൾ തന്റെ ഭാര്യയോടും മക്കളോടും ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ഓർത്തിട്ടാണോ കരയുന്നേ? ഈ വീടിന്റെ ഈ മൂലയിൽ ഇരുന്നിട്ടാണ് 8000 പ്രാവശ്യം ഞാൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതി തീർത്തത്. ഒരെണ്ണം ഓതിയിട്ടുണ്ടോ ഉമ്മ നീ? നിന്റെ ഈ 40 വർഷത്തിനിടയിൽ 50 വർഷത്തിന്റെ ഇടയിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ 114 അധ്യായങ്ങൾ നിനക്കൊന്ന് പാരായണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്ക്. പാപ്പാ എത്ര വഖത്ത് നിസ്കാരം? മഹാനവറുകൾ പറഞ്ഞു, എൻ്റെ ഓർമ്മയിൽ ഒരു തഹജ്ജുദ് പോലും ഞാൻ മുടക്കിയിട്ടില്ല. 5 നേരത്തെ ഫർള് നിസ്കാരത്തെ കുറിച്ചല്ല, ഞാൻ പാതിരാത്രിയിൽ ഇരുന്ന് നിസ്കരിച്ചത് ഈ വീടിന്റെ മൂലയില. ഞാൻ എന്തിനാ ഭയക്കണേ? മഹാനവറുകൾക്ക് അവിടെ നിന്ന് പറയാൻ കഴിഞ്ഞെങ്കിൽ ഈ സിറാജും നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്ക്, നമുക്കെന്തുണ്ട് പറയാൻ? നമ്മുടെ മുന്നിൽ എന്തുണ്ട് ചെയ്തു വെക്കാൻ? എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. എത്ര നാളുകൊണ്ട് ഉസ്താദന്മാര് വഅദ് പറയുന്നു, ജീവിതത്തിൽ മാറ്റമില്ല. ഒരു മനുഷ്യന്റെ ഈ മരണം കാണുമ്പോൾ പോലും ഏതെല്ലാം രീതിയിലുള്ള മരണം കാണുന്നു. ചിലരുടെ ജനാസ നെറ്റിത്തടം വിയർത്ത് മൂക്കിന്റെ ദ്വാരം വികസിച്ച് പടച്ചവനെ മുഖമൊക്കെ മഞ്ഞ നിറവും ചുണ്ടിൽ പുഞ്ചിരിയുമായി കൊതിപ്പിക്കുന്ന മരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ മുഖമൊക്കെ കറുത്ത്, കണ്ണ് തെള്ളി, വാ തുറന്ന് മുഖമൊക്കെ കറുത്ത് മലമൂത്ര വിസർജനം നടത്തി വിരൂപിയായ രീതിയിൽ മരിച്ചു കിടക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. എൻ്റെ ഉമ്മ എപ്പോഴും പറയും, ഉസ്താദേ വെള്ളിയാഴ്ച രാവിലെ എൻ്റെ ഉമ്മ മരിച്ചേ, എൻ്റെ ഉപ്പ ഷഹാദത്ത് കലിമ പറയുന്നത് ഞാൻ കേട്ടു ഉസ്താദേ എന്ന് ഉമ്മമാര് പറയാറുണ്ട്. ഉപ്പമാരും പറയാറുണ്ട്, റമളാനിലാ എൻ്റെ ഉമ്മ മരിച്ചേന്ന്. നിന്റെ ഉമ്മ റമളാനിൽ മരിച്ച നിനക്കൊന്നും കിട്ടില്ല സഹോദര. പെങ്ങളെ, നിന്റെ ഉമ്മ ഷഹാദത്ത് കലിമ പറഞ്ഞു മരിച്ച നിനക്കൊന്നും കിട്ടില്ല. എന്തെങ്കിലും കിട്ടണമെങ്കിൽ നീയും അതുപോലെ മരിക്ക്. ഒരു നല്ല മരണം വേണ്ടേ? എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ചെയ്തു വെക്ക്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് അള്ളാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തൗബ ചെയ്തിട്ടേ മരിക്കാവൂ, അല്ലാതെ മരിക്കരുത്. തൗബ ചെയ്യാതെ മരിക്കരുത്. തൗബ ചെയ്യാതെ നീ മരിച്ച ഖബറും കാട്ടിൽ പോലും നിനക്ക് സമാധാനമുണ്ടാകില്ല. തൗബ ചെയ്യാതെ മരിച്ച മനുഷ്യന്റെ ഖബറ്, അവന്റെ മയ്യത്ത് പള്ളിപ്പറമ്പിലെ ഖബറിൽ കൊണ്ടുവെക്കുമ്പോ അടുത്ത് കിടക്കുന്നവര് പോലും ചോദിക്കും, എടാ നഷ്ടവാളി, എടാ നശിച്ചവനെ, ഞങ്ങൾക്ക് അവസരം കിട്ടിയില്ല, നിനക്കൊരുപാട് അവസരം അല്ലാഹ് തന്നല്ലോടാ. എന്നെ കുളിപ്പിച്ചത് നീയല്ലേടാ, എനിക്ക് ഖബർ കുഴിച്ചത് നീയല്ലേടാ, എന്നെ കഫം പൊതിഞ്ഞത് നീയല്ലേടാ, നീയും വന്നല്ലോടാ നിസ്കരിക്കാൻ, നീയും വന്നല്ലോ ഓയൊരു പള്ളിയുടെ പള്ളിപ്പറമ്പിൽ എന്നെ കുഴിച്ചിടാൻ. എടാ എന്നിട്ടും നീ നന്നായില്ലല്ലോ. നിന്നോട് ചോദിക്കും ഉമ്മ, തൗബ ചെയ്യാതെ നീ മരിച്ചുപോയാ നിന്റെ മയ്യത്ത് പള്ളിപ്പറമ്പിൽ കൊണ്ടുകിടക്കും, അവിടെ കിടക്കുന്ന ഖബറാളികൾ പോലും നിന്നോട് ചോദിക്കും, നന്നായില്ലല്ലോടി, നീ തൗബ ചെയ്തിട്ട് വന്നിരുന്നെങ്കിൽ ഞങ്ങളും രക്ഷപ്പെടുമായിരുന്നു.
നീ തൗബ ചെയ്തിട്ട് വന്നിരുന്നെങ്കിൽ ഞങ്ങളും രക്ഷപ്പെടുമായിരുന്നു, നീ അതും ചെയ്തില്ലല്ലോടി എന്ന് മയ്യത്തുകൾ പോലും നിന്നോട് ചോദിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് നമുക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ പശ്ചാത്തപിക്കാം. ഈ സായം സന്ധിയിൽ അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് അള്ളാഹു മഴ പോലും നമുക്ക് അനുകൂലമാക്കി തന്നു. പെയ്തിരുന്ന മഴ പോലും അള്ളാഹു നിർത്തി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലൊരു സ്റ്റേജ് നമുക്ക് കിട്ടണമെന്നില്ല. അള്ളാഹിന്റെ ഖുർആൻ പഠിക്കുന്ന ഹാഫിളീങ്ങൾ, ആലിമീങ്ങൾ, ഹജ്ജ് ചെയ്തവർ, ഉംറ ചെയ്തവർ, അള്ളാഹു ഇഷ്ടപ്പെട്ടവർ, രോഗികൾ, പ്രായമുള്ളവർ, ഗർഭിണികൾ, ഇത്രയും പേര് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടി ഈ രാത്രിയിൽ അള്ളാഹുവിന്റെ മുന്നിൽ പശ്ചാത്തപിച്ചു മടങ്ങാം. നാളെ ഇതുപോലെ നമ്മൾ ഉണ്ടാകണമെന്നില്ല. നാളെ കബീറുബാ കബി ഉസ്താദ് ഇവിടെ വഴുതു പറയുമ്പോൾ നമ്മൾ ഉണ്ടാകണമെന്നില്ല, നമ്മളിവിടെ ഇരിക്കാൻ അർഹതയുണ്ടാകണമെന്നില്ല. നമ്മൾ ചിലപ്പോൾ പള്ളിപ്പറമ്പിലായിരിക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലായിരിക്കാം, ചിലപ്പോൾ അള്ളാഹു ഇവിടെ വരാനുള്ള ഭാഗ്യം തന്നില്ല എന്ന് വരാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ പശ്ചാത്തപിക്കാം. റബ്ബിൻ്റെ മുന്നിൽ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് തൗബ ചെയ്യണം. തൗബ പിന്തിപ്പിക്കരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.